ചോദിച്ചിട്ട് അത് കൊടുത്തില്ലെങ്കിൽ നാളെ എനിക്ക് അതിൻ്റെ ഒരു പേരിൽ എന്തെങ്കിലും ഒരു കുറ്റം ഏൽക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വായോട്ടാ. എനിക്കുണ്ടല്ലോ എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് പേളിക്കുട്ടി ഉണ്ട് കേട്ടാ. ഞാൻ ആദ്യം നമ്മുടെ കുട്ടിപ്പാട്ടാളൊന്ന് അയച്ചിരട്ടെ, എന്നിട്ട് ഞാൻ ആ വിശേഷങ്ങളിലേക്ക് എത്താട്ടാ. വായ പേളിക്കുട്ടി, നമുക്ക് കുട്ടികളെ അയച്ചു വിടാം. വരുന്നില്ലേ അവിടെ നിൽക്കുക? അത് ഞാൻ അയച്ചു വിടാം. വായോ അമ്മയുടെ കുട്ടികൾ, വായോ അമ്മയുടെ കുട്ടികൾ, വായോ. ആ ചെല്ലേ, ഇതേ അമ്മ അവിടെ നിൽക്കണേ, ചെല്ലേ. കണ്ടോ കുട്ടിപ്പട്ടാളങ്ങൾ കണ്ടു. ഇപ്പൊ നമ്മുടെ പേളിക്കുട്ടീനെ ഞാനിതാ കെട്ടിയിടണമൊന്നുമില്ല, തീരെ കെട്ടിയിടുന്നില്ല. അവളെ ഫുൾ ഫ്രീ ആയിക്കൊക്കെയാണ്. അപ്പോൾ നേരം വെളുത്തു പേളിക്കുട്ടി എൻ്റെ അടുത്തേക്ക് വന്നു, കുട്ടികളെ തയ്ച്ചിട്ട് കൊടുത്തുട്ടാ. അപ്പം ഇങ്ങനെ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഞാൻ കല്യാണക്കുട്ടീനെ കൊടുക്കണമെന്നുള്ളത്. പക്ഷെ അത് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ലായിരുന്നു. കൊടുക്കാനായിട്ട് ഒരു തരി പോലും എൻ്റെയോ അല്ലെങ്കിൽ ഷായേട്ടനോ മക്കൾക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇവരിലത്തെ ഈ 7 പേരിൽ ഒരാൾ പോലും ഇവിടെ ഇല്ല എന്നുള്ളത് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഇതേപോലെ പ്രീതി നമ്മുടെ പേളി പ്രസവിച്ച് അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് അവളെന്നോട് ഈ ഒരു ആഗ്രഹം പറഞ്ഞു തുടങ്ങി, പെൺകുട്ടിയെ എനിക്ക് തരുമോ എന്നുള്ളത്. പക്ഷേ ഞാൻ ഇതുവരെ ഒരു വാക്ക് അവൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ കുട്ടികൾ വലുതായി, എത്രയായി. അപ്പോൾ അവൾ പിന്നെ ബഹ്റൈനിൽ പോയി വന്നപ്പോൾ പറഞ്ഞു, വന്നു കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോയിട്ട് അവളേന്ന്. പക്ഷേ അവൾ വന്നിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അവൾ കുട്ടികൾ വലുതാവാണ്, എനിക്ക് തരുമോ ചോദിച്ചു തുടങ്ങി. പക്ഷെ എനിക്ക് എന്താ പറയുക, തീരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരി പോലും എനിക്കൊരു എന്താ പറയുക, എനിക്കിപ്പോൾ ചിന്തിക്കാൻ കൂടി പറ്റില്ലായിരുന്നു നമ്മുടെ കല്യാണക്കുട്ടിയെ പിരിഞ്ഞിരിക്കുകയാണ്. കാരണം കല്യാണി എന്നുള്ള പേര്, പിന്നെ ഒരു പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് വന്നു പെൺകുട്ടി ആയ കാരണമാണോ കൊടുക്കുന്നത്. ഒരിക്കലല്ല, നമ്മൾ കൊടുക്കണില്ല, കല്യാണക്കുട്ടീനെ കൊടുക്കണേ ഇല്ല. നമ്മൾ ഇതിൽ നമ്മളിടയിലൊന്ന് കൊടുക്കുക എന്നുള്ളൊരു ചിന്ത ഇടയിൽ വന്നതിൻ്റെ കാരണം എന്നിട്ടാണെങ്കിൽ ഇവരെ വന്ധീകരണം ചെയ്യാനായിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു 8 മാസം ആയാൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ ആരെ കല്യാണക്കുട്ടീനെ. ചെക്കന്മാർക്കൊക്കെ 10 മാസം ആവണമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങ് ഇവർക്ക് പ്രഗ്നൻ്റ് ആവുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതും ഉറപ്പ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ആയിക്കൂടാന്നില്ലാന്ന്. അപ്പോഴാണ് നമുക്ക് അയ്യോ, കാരണം കല്യാണക്കുട്ടി അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതും ഈ ആങ്ങളന്മാരുടെ ഇടയിലാണ്, ഇവരിൽ നിന്നിട്ട് തന്നെ ആയിരിക്കും മിക്കത് അവൾക്കൊരു ഗർഭിണി ആവാൻ എന്തെങ്കിലും ആവാം. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ നമുക്കിങ്ങനെ ഇഷ്ടമില്ലാണ്ടും കൂടിയിട്ട് ഞാൻ എന്നാൽ പിന്നെ പ്രീതി ഇങ്ങനെ ഒരു ആഗ്രഹം പറയേണ്ട. അവളുടെ അടുത്താണെങ്കിൽ ഭയങ്കര സേഫായിരിക്കും. അവളാണെങ്കിലോ വളർത്തുന്നതാണെങ്കിലോ ഒക്കെ പെൺപട്ടികളെയാണ് വളർത്തുന്നത്. വലിയ വലിയ പട്ടികളാണ് അവളുടെ കയ്യിലുള്ളത്. അപ്പോൾ എന്താ പറയുക, പിന്നെ ഞാനത് കുറേ ആലോചിച്ചു. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ കല്യാണക്കുട്ടിക്ക് നല്ല സേഫായ ഒരു സ്ഥലം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടെ ഇവർ പുറത്തേക്ക് വയ്ക്കുമ്പോൾ നമ്മളിവിടെ ഫുൾ അയച്ചുവിടുക ചെയ്യുക. പുറത്തേക്ക് പോയി വേറെ നായകളൊക്കെ വരും, അങ്ങനെയൊക്കെ ഒരു നടക്കുഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ. ഇപ്പം ഈ കാണുന്നത് ആവില്ല, 1 മാസം കഴിഞ്ഞ് ഇവർ വേറൊരു റേഞ്ചായി മാറി, ഇവരിങ്ങനെ ഫുള്ള് നടക്കണവരായി മാറും. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ കല്യാണക്കുട്ടിക്ക് ഇത്രയും നല്ലൊരു സ്ഥലത്തേക്ക് ചോദിച്ചിട്ട് അത് കൊടുത്തില്ലെങ്കിൽ നാളെ എനിക്ക് അതിൻ്റെ ഒരു പേരിൽ എന്തെങ്കിലും ഒരു കുറ്റം ഏൽക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ അന്ന് പ്രീതിയോട് മനസ്സോടെ പറയില്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ വരാൻ പോകുന്നത് നമ്മുടെ കല്യാണക്കുട്ടീനെ അവൾ കൊണ്ടുപോകണതായിരിക്കും. പക്ഷേ എനിക്ക് കിടന്നിട്ട് ഇനി അവൾ പോവാറായല്ലോ എന്ന്, അടുത്ത 2 ദിവസത്തിനുള്ളിൽ അവൾ പോകുമല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ അത്രയും വിഷമമായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ കുട്ടിപ്പാട്ടാളങ്ങളെ സ്നേഹിക്കുന്ന എത്രയധികം പേര്, അവരുടെ ഒരു വിഷമം എനിക്ക് ഒരു ദിവസം പോലും നീട്ടിയിട്ട്, അതായത് നമ്മുടെ വെള്ളിയാഴ്ച വരെ വീഡിയോ ഇട്ടിട്ട് നമ്മൾ കല്യാണക്കുട്ടിയെ കൊടുക്കണില്ല എന്ന് വെള്ളിയാഴ്ച വരെ നീട്ടിയിട്ട് ഇടാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല. കാരണം എനിക്കറിയാണ്ട് കല്യാണക്കുട്ടി എൻ്റെ അടുത്ത് പോയാൽ ഒരു വിഷമം എത്രത്തോളമായിരിക്കുന്നു. പിന്നെ ഞാൻ പ്രീതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പറ്റില്ല എന്ന് കണ്ട് ഞാൻ തരില്ല എന്നുള്ളൊരു വാക്കോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സ് മാത്രമല്ല, ചിലപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തേക്ക് എനിക്ക് മാനസികമായൊരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു രീതി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ വലുതാവുമോ എന്നുള്ളൊരു പേടിയും ഭയം. കാരണം എനിക്ക് അത്രയും വിഷമം മനസ്സിൽ ഇടുന്നിട്ടേക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്തിനൊക്കെ ഞാൻ പല വട്ടം എണീറ്റ് വരികയായിരുന്നു. കല്യാണക്കുട്ടിനെ കുറേ നേരം എടുത്തിരിക്കുക. അപ്പം ഞാൻ ഇനി എന്ത് കുറ്റബോധം ആരുടെ ഭാഗത്തുനിന്ന് എന്നെ എങ്ങനെ കുറ്റപ്പെടുത്തിയാലും ഞാൻ കല്യാണക്കുട്ടി കൊടുക്കണില്ല കേട്ടാ. കല്യാണക്കുട്ടി ഇവിടെ തന്നെ വളരും. കല്യാണക്കുട്ടി മാത്രമല്ല, ഈ 7 പേര് ഇവിടെ തന്നെ വളരും. ഇതിൽ നിന്ന് ഒരാളെ പോലും നമുക്ക് ഇല്ല എന്ന് ചിന്തിക്കാനേ എനിക്ക് പറ്റില്ല. അപ്പോൾ നമ്മുടെ കല്യാണക്കുട്ടിയെ നോക്കിയേ, അച്ചടാ ശുണ്ടിരി മോളായിട്ടിരിക്കും. അത് കല്യാണക്കുട്ടിയുടെ സുന്ദരി ഇവളെ ഞാൻ കൊടുക്കണില്ല കേട്ടോ. എൻ്റെ മോളെ ഞാൻ കൊടുക്കണില്ല കേട്ടോ. ഇത് മോള് ഇവിടെ തന്നെ വളരും അല്ലേ. ടാറ്റ പറഞ്ഞേ, ഹായ് ടാറ്റ പറഞ്ഞേ, ടാറ്റ പറ കല്യാണക്കുട്ടി, ടാറ്റ പറ. നമ്മുടെ പേളിക്കുട്ടി ഇതിൻ്റെ ഇടയിൽ ഓടിപ്പോയിട്ട് അവൾക്കൊന്നും ഇവരെ കാണാൻ വേണ്ട. രാവിലെ വന്ന് ഒരിക്കൊന്ന് കണ്ടു, പിന്നെ അവളിതാ വീണ്ടും കറങ്ങാൻ പോയി. ഇനി ഇടയിൽ വീണ്ടും ഓടി വരും. അങ്ങനെയൊക്കെയാണ്. പിന്നെ പാല് ചില സമയത്ത് ഇവർക്ക് എന്താ പറയുക, അമ്മയുടെ പാല് കുടിക്കണം എന്നുള്ള ചില സമയത്ത് ഒരു തോന്നലുണ്ട് കേട്ടോ. ചില സമയത്ത് കുഴപ്പമൊന്നുമില്ല. ഉണ്ടെന്ന് എൻ്റെ മോള് ഇവിടെ വന്നിട്ടുടാ. ആർക്കും കൊടുക്കില്ല കേട്ടോ. ആരെന്ത് പറഞ്ഞാലും കൊടുക്കില്ല കേട്ടോ. കേട്ടോ കേട്ടോ കേട്ടു എൻ്റെ മോള്. ഉള്ളണ്ട എൻ്റെ മോള് കേട്ടു. നമ്മളെന്തേലും വർത്തമാനം പറഞ്ഞാൽ വരില്ലേ, ഇവര് ശ്രദ്ധിച്ചിരുന്നു മോളും. അതെല്ലാവർക്കും ഉണ്ടാ സ്വഭാവം. മോള് ചിന്തിച്ചിരുന്നോ? മനസ്സിലായിരുന്നോ ഞങ്ങൾ പറയുമ്പോൾ? ഇല്ല കേട്ടോ. കൊക്കില്ല കേട്ടോ, കൊടുക്കില്ല കേട്ടോ. കരയണ്ട കേട്ടോ, കരയണ്ട കേട്ടോ. എൻ്റെ മോള് കരയണ്ടടാ, കൊടുക്കില്ല കേട്ടോ. ഞാനേ എന്താ പറയാ, എത്രമാത്രം വിഷമിച്ചെന്നറിയോ. നമുക്കെല്ലാം സ്നേഹിക്കുന്നവരെ കമൻറ്റ് വായിക്കുമ്പോൾ ശരിക്കും ഞാനിവിടെ നിന്ന് കരയാ. കാരണം ഞാൻ അത്രമാത്രം ഇപ്പുറത്ത് വിഷമിക്കുന്നുണ്ട്. എന്താ ചെയ്യാന്ന് അറിയാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇനി എനിക്ക് ആ ഒരു പേടിയില്ല, ഞാൻ കൊടുക്കണേ ഇല്ല. ഞാൻ കളിച്ചോട്ടാ, പാലൊക്കെ തരാട്ടാ. പാല് കാച്ചി വെച്ചിട്ട് ചൂടാറിയിട്ടുണ്ട്, എടുത്തു തരാട്ടാ. കളിച്ചിട്ട് പൊഞ്ഞോ. അങ്ങനെ അയ്യോ പാൽ കുടിക്കണ്ടേ? ഒരു അയ്യോ വിശക്കണില്ലേ നമ്മുടെ കുട്ടികൾക്ക്? ആരെവിടെ നിൽക്കണേ? ഫ്ലാറ്റിന് കൂട്ടമാ. മഴ പെയ്തപ്പോൾ മടിയായോ മഴ പെയ്തപ്പോ? വാടാ ഇങ്ങനെ കുട്ടികൾ വാടാ. അച്ഛോ പൊന്തലില്ലടെ ചെക്കന്മാരെ എനിക്ക് നിങ്ങളെ നടന്ന് വന്ന് കുടിക്കണ വേഗം. റൊണാൾഡോ വാ, ഇപ്പുറത്തോടെ വയ്യ റൊണാൾഡോ. ചെല്ലേ ഇപ്പുറത്തോടെ വാ. ചെക്കന്മാരെ എനിക്ക് പൊന്തലില്ല കേട്ടാ. വാ വാ. അങ്ങനെ കുടിച്ചോ. നല്ല മഴ കേട്ടാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കല്യാണക്കുട്ടിയുടെ ബെഡ് ഉണ്ടായിരുന്നല്ലോ, അവള് സർജറി ചെയ്ത സമയത്ത് കിടന്നിരുന്നത്, ആ ബെഡ് എടുത്തിട്ട് ഇപ്പൊ നമ്മുടെ കുട്ടുപട്ടാൾക്ക് കൊടുത്തു. നല്ല ഇഷ്ടമായിട്ട്. പക്ഷെ ഇവിടെ കുറച്ച് പേരുണ്ടല്ലോ മാന്തി പൊളിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ഇട്ടിട്ട് അതിന് പഞ്ഞിക്ക് 4 പീസ് ആക്കാവോ. ബോൾട്ടമോനൊക്കെ നല്ല മോനായിട്ട് കിടക്കുന്നുണ്ട്. എൻ്റെ മോൻ ഇറങ്ങി വെക്കോ. അതേപോലെ റൊണാൾഡോ മോൻ നല്ല മോനായിട്ട് എടുക്കുന്നുണ്ട്. മെസ്സിക്കുട്ടി നല്ല മോനായിട്ട് എടുക്കുന്നുണ്ട്. കല്യാണിക്കുട്ടി, ഫ്ലാറ്റിന്, നമ്മുടെ മറഡോണയാണ്. ഇവര് 3 പേരാണ് അത് കാറി പൊളിക്കാനുള്ള പുറപ്പാട് നോക്കണത് കേട്ടാ. എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളെ ബെഡ് നശിപ്പിക്കല്ലേ കേട്ടാ. കുട്ടികൾക്ക് കിടക്കാനുള്ളതാണ് കേട്ടോ. അങ്ങനെ കിടന്നോളൂ കേട്ടാ. നശിപ്പിക്കിരിക്കോ? അറിയില്ല, അതൊക്കെ നശിപ്പിക്കുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കല്യാണക്കുട്ടിയെ നമ്മൾ ആർക്കും കൊടുക്കണില്ല. അതേപോലെ തന്നെ ഇവർ 7 പേരും ഇതേപോലെ തന്നെ ഇവിടെ വളരും കേട്ടാ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളത് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.